ഹലോ, ഈ ചാനൽ ഡ്രോപ്പ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും എനിക്കത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈം ആയിട്ട് വരികയാണ്. അപ്പം ഞാൻ മടിച്ചായോ എന്ന് എനിക്കിങ്ങനെ തോന്നൽ വരുമ്പോൾ വീണ്ടും ഞാൻ കൺസിസ്റ്റൻസി കൊണ്ടുവരണമെന്ന് വിചാരിക്കും. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. ഈ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നെല്ലാം ഇരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 1 by 1 ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നേ. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ട്രിപ്പ്. പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടന്നെന്നുണ്ടെങ്കിലും ഇന്ന് അടിപൊളി ഒരു ദിവസമായിരുന്നേ. അതുകൊണ്ട് ഞാൻ എക്സ്ട്രീം ഹാപ്പി ആയിരുന്നു. മോട്ടറാക്കലിൽ ഞാൻ എക്സ്ട്രീം ഹാപ്പി ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് മൈ കോണ്ടൻറ്റിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ നത്തിങ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇന്നൊന്നും ഷൂട്ട് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ എല്ലാവർക്കും ക്ലീശയായിട്ട് തോന്നുമെങ്കിലും 2 സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കത് ഏറ്റവും നല്ല സന്തോഷമുള്ള സംഭവമായിരുന്നു. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നേക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് തിങ്കാണ്. എല്ലാവർക്കും ഒരുപോലെ ആയിക്കോണമെന്നില്ലല്ലോ. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൽ ഞാൻ എഴുതി വെച്ചു. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ചാർട്ടിൽ ഞാൻ എഴുതിയിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിപ്പ് പോയ ദിവസം എനിക്ക് ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാനായിട്ട്. ബിക്കോസ് എനിക്ക് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. ഒരിക്കലും പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ഇന്നും കുറച്ച് വെള്ളം മാത്രം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീക്ക്ലി പ്ലാനറിൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രയർ ട്രാക്കറിൻ്റെ അകത്ത് പ്രയറിൻ്റെ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ട്രിപ്പിലായതുകൊണ്ട് എനിക്കെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സബ്സ്ക്രൈബേഴ്സ് നെയിം ട്രീയിൽ കീർത്തന, നയന ഈ 2 കുട്ടികളുടെ പേര് കഴിഞ്ഞ വീഡിയോയിൽ അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 2 പേരുടെ പേരും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹാബിറ്റ് ട്രാക്കറിൽ ട്രിപ്പിൻ്റെ ദിവസം എനിക്ക് മോർണിംഗിൽ എണീക്കാൻ പറ്റിയെന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എഴുതി വെച്ചു. പിന്നെ ഡെയിലി ജംഗ്ഷനിൽ ഞാൻ ഈ ഒരു ഡയറി മിൽക്കിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ഒരു കട്ടിങ് എടുത്തിട്ട് അതാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ചെയ്തതിൽ ഡെയിലി ജംഗ്ഷനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എ സ്മോൾ സൈനിങ് ഔട്ട്.